യൂണിവേഴ്സിറ്റിയുടെ 2024 ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ സോൾവ് ചെയ്യുമായിരുന്നു. നമ്മൾ 3 ചോദ്യങ്ങൾക്ക് ശേഷം 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇക്കണോമിക് ടാപ്പ് റൂട്ട് ഓഫ് ഇമ്പീരിയലിസം എന്നത് എന്താണ്? ഇത് നമുക്കറിയാം, ജെ ഹോബ്സന്റെ, ജോൺ അറ്റ്കിൻസൺ ഹോബ്സന്റെ ഒരു പുസ്തകമാണ് ഇക്കണോമിക് ടാപ്പ് റൂട്ട് ഓഫ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസത്തിന്റെ സാമ്പത്തിക തായ്വേര് എന്നത്. ഇത് ജെ ഹോബ്സൺ തന്നെ വിവരിക്കുന്ന രീതിയിൽ പറയുവാണെങ്കിൽ, ഈസ് റൂട്ടഡ് ഇൻ ദ നീഡ് ഫോർ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് ടു ഫൈൻഡ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ കമ്പോളങ്ങളും പുതിയ നിക്ഷേപാവസരങ്ങളും വേണ്ടിയിട്ടുള്ള മുതലാളിത്ത സമൂഹത്തിന്റെ ആ ആവശ്യകതയുണ്ടല്ലോ, ആ ആവശ്യകതയിലാണ് ഇത് വേര് കിടക്കുന്നത്. ഫോർ എക്സസ് ക്യാപിറ്റൽ ആൻഡ് ഗുഡ്സ്, അമിതമായ മൂലധനം, അതുപോലെ തന്നെ അമിതമായ ചരക്കുകൾ, ഇതൊക്കെ ഇതിന്മേലൊക്കെ നിക്ഷേപിക്കുവാനായിട്ട്, ഇതിനൊക്കെ വിപണി കണ്ടെത്തുവാനായിട്ട് ഒക്കെ അമിതോൽപാദനം നടന്ന ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ വിറ്റഴിക്കുവാനുള്ള, വിപണി കണ്ടെത്തുവാനുള്ള ഈ മൂലധന രാഷ്ട്രങ്ങളുടെ, ക്യാപിറ്റലിസ്റ്റ് സമൂഹങ്ങളുടെ ശ്രമമാണെന്ന് പറയാം. റൈസിങ് ഫ്രം ഇൻകം ഇനീക്വാലിറ്റി ആൻഡ് മൊണോപോളിസ്റ്റിക് ബിഹേവിയർ. അങ്ങനെ വന്നപ്പോൾ ഇത് വരുമാനത്തിന്റെ അസന്തുലിതാവസ്ഥയ്ക്കും കുത്തക മേൽക്കോയ്മയ്ക്കും അത്തരം മേധാവിത്വ മേലാള സ്വഭാവത്തിനുമൊക്കെ നയിച്ചു എന്ന് പറയാം. അപ്പോൾ ഒരു വലിയ വിഭാഗം മുതലാളിത്ത രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളായ 3ാം ലോക രാഷ്ട്രങ്ങളുടെ മേല് ഒരു വിപണി കണ്ടെത്തുന്നു, അവരുടെ അധ്വാന ശേഷിയെ ചൂഷണം ചെയ്യുന്നു, അവരുടെ വിഭവങ്ങളെ കുറഞ്ഞ വഴിക്ക് ചൂഷണം ചെയ്യുന്നു. അങ്ങനെ ലീഡിങ് ടു അണ്ടർ കൺസംഷൻ വിത്തിൻ ദ ഹോം കൺട്രി. അവരുടെ രാജ്യത്ത് തന്നെ സമ്പന്നന്മാരും ദരിദ്രന്മാരും ഉണ്ടാവുന്നു. ദരിദ്രന്മാരായ ആളുകൾക്ക് വേണ്ടത്ര സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവിടെ വിറ്റഴിഞ്ഞ് പോകാത്ത അവസ്ഥ. അപ്പോൾ അത് ഉയർന്ന വിലയ്ക്ക് മറ്റു നാട്ടുകളിൽ കൊണ്ടുപോയി വിറ്റ് അവിടെയുള്ള സമ്പന്നർക്ക് വിറ്റഴിക്കാനുള്ള ശ്രമം. ഇതൊക്കെ ഇതിൽ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട് ജെ എ ഹോബ്സന്റെ ഇക്കണോമിക് ടാപ്പ് റൂട്ട് ഓഫ് ഇമ്പീരിയലിസം എന്ന പുസ്തകത്തിൽ. ആ പുസ്തകത്തിന്റെ പേരാണിത്.